എൻ്റെ കവിതകളിൽ ഫാൻറ്റസിയുടെ അംശം വളരെ കുറവാണ്. മിക്കതും യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെ. ഞാൻ എൻ്റെ കണ്ണുകളാൽ കണ്ടതും വിരൽ തുമ്പുകളാൽ തൊട്ടറിഞ്ഞതുമായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ രചനകളിലേക്ക് ആവിഷ്കരിക്കുന്നത്. ആദ്യകാലത്ത് ഞാൻ എഴുതിയൊരു കവിതയുണ്ട്, വാക്കുകൾ ചേക്കേറുന്നിടം. അതൊരു വളരെ സങ്കടകരമായൊരു സംഭവമാണ് അതിന് പിന്നിലുള്ളത്. ഞാൻ കുന്നിൻ മുകളിലുള്ള എൻ്റെ അപ്പൻ്റെ തറവാടിനെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. അവിടെ വല്യമ്മച്ചിയോടൊത്ത് താമസിച്ചിരുന്നത് ഏറ്റവും ഇളയ ആളായ അവരാച്ചൻ ചിറ്റപ്പനും ഭാര്യ ഉണ്ണിയമ്മയും 2 കുട്ടികളുമാണ്. 4 വയസ്സുകാരി ആശയും 2 വയസ്സുള്ള ചാക്കോച്ചനും. ഞങ്ങളവനെ കൊച്ചു ചാക്കോച്ചൻ എന്ന് വിളിക്കും. അപ്പോൾ ഈ കുന്നിൻ്റെ താഴ്വരയിലായിട്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കൂൾ വിട്ട് കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞ് നേരെ ഓടും ഈ ചിറ്റപ്പൻ്റെ വീട്ടിലേക്ക്. ഈ കുട്ടികളെ കളിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് വലിയൊരാനന്ദം. അപ്പോൾ ഈ ഞങ്ങളുടെ ചിറ്റപ്പന്മാരൊക്കെ ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നപ്പോൾ എല്ലാം സ്വന്തം പോലെയായിരുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇടപെടുന്നത്. അപ്പോൾ ചേച്ചിമാർ ഞാനിവിടെ മത്സരമായി കുട്ടികളെ എടുക്കാനായിട്ട് നമ്മളെന്നിട്ട് നെല്ലിച്ചോട്ടിലും ചാമ്പത്തറയിലൊക്കെ ഇവരെ കൊണ്ട് നടക്കും, കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പുകൾ പോലെയാണ് ഈ കുട്ടികൾ നമുക്ക്. അപ്പോൾ എല്ലാ വേനൽക്കാലത്തും ചിറ്റപ്പൻ തോപ്രാംകുടിയിലെ തോട്ടത്തിലോട്ട് പോകും, ഏലത്തോട്ടത്തിൽ. കാരണം ഇവിടെ വെള്ളം പറ്റും, വലിയ പാടാണ് താഴെ നിന്ന് വെള്ളമൊക്കെ കൊണ്ടുവരാനായിട്ട്. അങ്ങനെ 2 മാസം ഇവർ തോപ്രാംകുടിയിലായിരിക്കും. അപ്പോൾ പതിവ് പോലെ ഇവർ അവധിയായപ്പോഴത്തേക്ക് അങ്ങോട്ട് പോവുകയാണ്. നമുക്ക് ഈ പിള്ളേരെ പിരിഞ്ഞിരിക്കാൻ ഭയങ്കര വിഷമം. പക്ഷെ മനസ്സോടെ ഇവരെ യാത്രയാക്കി. അപ്പോൾ അവിടെ ആ കാലത്ത് ഏറുമാടങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഒരു അഡ്വഞ്ചറിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ആസ്വദിച്ചിരുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് ചിറ്റപ്പൻ ഒരു ദിവസം മുയലിനെ വെടിവെക്കാൻ പോയതാണ്. പോയപ്പോൾ ഈ കൊച്ചു ചാക്കോച്ചനും കൂടെ പോയി. അപ്പോൾ ചാക്കോച്ചനെ കൈ പിടിച്ചിങ്ങനെ നടക്കുക. ഈ കുറേ അങ്ങ് ചെന്നപ്പോൾ പണിക്കാർ വലിയൊരു മരം വെട്ടി വീഴ്ത്തുക. അപ്പം വടം കൊണ്ടാണ് ആ മരത്തെ ഇങ്ങനെ താഴേക്ക് വലിക്കുന്നത്. അവർ പിടിച്ചിട്ട് വരുന്നില്ല. അപ്പോൾ ചിറ്റപ്പൻ പറഞ്ഞു ഞാനിവിടെ കൂടാന്ന്. ചിറ്റപ്പൻ 6 അടി 2 ഇഞ്ച് പൊക്കമുള്ളൊരു ആജാന ബാഹുവായ ഒരാളാണ്. എപ്പോഴും ഇങ്ങനെ ഈ ജിംനാസ്റ്റിക് ഇതൊക്കെ ചെയ്ത് നല്ല ബലിഷ്ഠ ശരീരൻ. അപ്പോൾ ചിറ്റപ്പൻ അവരുടെ അടുത്ത് ചെന്നിട്ട് വടവിങ്ങനെ വലിച്ചു. അപ്പോൾ മറുകുറ്റി പായുക എന്ന് പറയും. അത് വേണ്ട ദിക്കിലേക്കല്ല വീണത്. അപ്പോൾ ഈ കൊച്ചിനെ ഒരു പാറപ്പുറത്തിരുത്തിയിട്ടാണ് ചിറ്റപ്പൻ ഇതിന് പോകുന്നത്. അപ്പോൾ ഈ മരം വീണ വഴിയിൽ അതിൻ്റെ ഒരു കൈത്തണ്ടയോളം പോലെ പോകുന്ന ഒരു ചില്ല ഈ കൊച്ചിൻ്റെ മേത്തോട്ട് വീണു. അപ്പോൾ കൊച്ച് അപ്പനോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഉറക്കെ. അപ്പോൾ ഇതിങ്ങനെ വീണ് പെട്ടെന്ന് ഇവർ ഓടിച്ചു വന്നപ്പോഴത്തേക്ക് കൊച്ചങ്ങ് മയങ്ങിപ്പോയി. എന്നിട്ട് അവിടുന്ന് വേഗം എടുത്ത് അടുത്തെങ്ങും ആശുപത്രിയില്ല, എവിടെയോ കുമളിയിലോ ഇവിടെ ഒരു ക്ലിനിക്ക് കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ. അപ്പോൾ അങ്ങനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ കുറച്ച് സമയം പോയി. അപ്പോഴത്തേക്ക് കുഞ്ഞ് മരിച്ചു കഴിഞ്ഞിരുന്നു, ചിറ്റപ്പൻ്റെ കയ്യിൽ തന്നെ കിടന്ന്. അത് ചിറ്റപ്പന് ഭയങ്കര ഒരു ഷോക്കായി, ഭയങ്കര ഒരു ആഘാതമായി തീർന്നു. എനിക്കത് ഞാനിന്ന് 4ലോ മറ്റോ പഠിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അനുഭവിച്ച മരണം. ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ മരിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിലെ ആദ്യത്തെ മരണം ഈ കുഞ്ഞിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ അപ്പൻ്റെ 6 ബ്രദേഴ്സും വളരെ ഇൻറ്റിമേറ്റാണ്. അപ്പോൾ എല്ലാവർക്കും അവനവൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട പോലെയുള്ള വേദന. ഈ ചാക്കോച്ചനെ ഒരു കുഞ്ഞ് ശവപേടകത്തിലാക്കി. ഞാനിപ്പോഴും ഓർക്കുന്നത് ഞങ്ങളുടെ തയ്യൽക്കാരൻ ഗോവിന്ദൻ രാത്രിയിലിരുന്ന് ചെറിയ വെള്ളക്കുപ്പായവും ഒരു പൈജാമയൊക്കെ തയ്ച്ച് അപ്പോൾ ആ പെട്ടി കിടക്കുന്ന ചാക്കോച്ചൻ്റെ രൂപം ഇങ്ങനെ വെള്ള പുഷ്പകിരീടമൊക്കെ ചൂടിച്ച് റോസപ്പൂക്കൾ കൊണ്ട് പുതപ്പിച്ച് കണ്ണടച്ച് കിടക്കുന്ന ആ ഒരു കൺപീലികളൊക്കെ ഇങ്ങനെ വളഞ്ഞ കൺപീലികളും കവിളത്തൊരു കൊച്ചു കാക്കപ്പുള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ ചാക്കോച്ചനിങ്ങനെ കണ്ണടച്ച് കിടക്കുന്നതായിട്ട് ആ രൂപം ഞാനിങ്ങനെ മറക്കുകയില്ല. അപ്പോൾ ആ കവിളിൽ നമ്മൾ ഉമ്മ വെക്കുമ്പം ഇങ്ങനെ തണുത്ത് ഒരു മാർബിൾ ഫലകത്തിലൊക്കെ നമ്മൾ തൊടുന്ന പോലെ തണുപ്പ്. അതൊരു ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായ ഒരു വേദനയായിരുന്നു. എന്നിട്ട് ഈ ചാക്കോച്ചനെ ഇങ്ങനെ കുഴിമാടത്തിലൊക്കെ വെക്കുമ്പോൾ എൻ്റെ ഉണ്ണിയമ്മ എന്നാണ് അവൻ്റെ അമ്മയുടെ പേര്. കുട്ടികളെ അതിരറ്റ് സ്നേഹിച്ചിരുന്ന ഒരു വത്സലയായ ഒരമ്മയായിരുന്നു. ഉണ്ണിയാൻ്റിക്കത് താങ്ങാനേ പറ്റിയില്ല. ഏറെ നാളെടുത്തുനിന്ന് സമനിലയൊക്കെ വീണ്ടെടുക്കാനായിട്ട്. അപ്പോൾ അടക്കി അന്ന് രാത്രിയിൽ ഭയങ്കര മഴയായിരുന്നു, നിരന്തരമായ മഴ. ഉണ്ണിയാൻ്റി ഉറങ്ങാതിരുന്നിട്ട് ഓർത്തു ആ മഴയൊക്കെ താഴേക്ക് വീണ് ഈ കുഞ്ഞാ കൊച്ചൊന്ന് നനയുന്നുണ്ടാവുമോ, ആ പെട്ടിയൊക്കെ നനഞ്ഞ് കുതിരുവോ.
അങ്ങനെയൊക്കെ വിചാരിച്ച് ഉറങ്ങാനേ പറ്റിയില്ല. അപ്പോൾ കുറേ കാലമെടുത്ത ആ വേദനയൊക്കെ പോവാൻ. അപ്പോഴാണ് ഞാൻ പുത്രദുഃഖം മഹാദുഃഖം എന്ന് പറയുന്നതിൻ്റെ ഒരു 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 അനുഭവമായിരുന്നു അത്. അതുപോലെ നമ്മൾ ഈ നമ്മുടെ ഒരു പാട്ടുണ്ടല്ലോ, മാവേലി നാട് വാണിയിടും കാലം. അപ്പോൾ ബാലമരണങ്ങൾ കേൾപ്പാനില്ല എന്നൊരു വരിയുണ്ട്. അന്നേരമൊക്കെ ഞാൻ ഓർക്കും, എന്താ ബാലമരണങ്ങൾ? ഈ കുഞ്ഞാക്കോച്ചൻ പോയപ്പോഴാണ് നമ്മൾ അറിയുന്ന ഒരു ശിശുക്കളുടെ മരണം മാതാപിതാക്കൾക്ക് എത്ര വേദനാജനകമാണെന്ന്. അപ്പോൾ ഈ വാക്കുകൾ ചേക്കേറുന്നിടുന്നുള്ള കവിത, അത് കവിതയിലെ ആശയം, നമ്മൾ മരിച്ചു പോകുമ്പം നമ്മുടെ ശരീരമൊക്കെ മണ്ണോട് മണ്ണടിയും, പക്ഷെ നമ്മുടെ പ്രജ്ഞയിൽ അവശേഷിക്കുന്ന ചിന്തകളും മോഹങ്ങളും ഒക്കെ അതെങ്ങോട്ടാണ് പോകുന്നതെന്ന്, എവിടെയാണ് വിലയം പ്രാപിക്കുക എന്ന്, അങ്ങനത്തെ ഒരു ആകാംക്ഷയായിരുന്നു ആ കവിതയുടെ തീം. എൻ്റെ കവിതകളിൽ കൂടെ കൂടെ കടന്നു വരുന്ന ചില ബിംബങ്ങളുണ്ട്. മേടുകൾ കടന്നെത്തുന്ന ജനുവരിക്കാറ്റ്, അതുപോലെ തഴച്ചു നിൽക്കുന്ന കൊടംപുളി മരങ്ങൾ, മേടുകളിൽ മേയുന്ന പുള്ളിപ്പശുക്കൾ ഒക്കെയും എൻ്റെ ഗ്രാമത്തിൻ്റെ ചിത്രങ്ങളാണ്. ഞാൻ എവിടെയൊക്കെ പോയാലും എനിക്കെൻ്റെ പാറത്തോടനെ വിസ്മരിക്കുക വയ്യ. ഒരു വൃക്ഷം അത് നിൽക്കുന്ന സ്ഥലത്ത് ആഴത്തിൽ വേരൂന്നിയതുപോലെ എൻ്റെ ജീവൻ്റെ വേരുകൾ ഈ ഗ്രാമത്തിലിങ്ങനെ ആഴ്ന്നിറങ്ങി നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പാറത്തോട് ആ കാലത്തൊക്കെ വളരെ ശാന്തമായ ഒരിടമായിരുന്നു. വലിയ സംഭവ വികാസങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏറെക്കുറെ ഒരു നിദ്രാലസമായൊരു പ്രദേശം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെറു സംഭവങ്ങളൊക്കെ വന്ന് നമ്മുടെ സ്വസ്ഥതയെ പിടിച്ചുലക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചെറിയ സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു ദിവസം രാവിലെ നമ്മൾ പള്ളിയിൽ പോവുകയാണ്. വെളിച്ചാനിപ്പള്ളിയിലാണ് ഞങ്ങളന്ന് പോയിക്കൊണ്ടിരുന്നത്. രണ്ടാമത്തെ കുർബാന 9 മണിക്ക്. ഞാനും അടുത്തുള്ള ശൗര്യാങ്കുഴിയിലെ അച്ചാമ്മയും കൂടെയാണ് പള്ളിയിൽ പോക്ക്. അപ്പോൾ അങ്ങനെ പള്ളിയിലേക്ക് പോകുന്ന വഴി അതിൻ്റെ കുറച്ചങ്ങ് ചെല്ലുമ്പോൾ ഒരു വീടുണ്ട് പൊക്കത്തിൽ, കുന്നുംപുറത്ത് 1-2 കുടിലുകൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ശരിക്കും ഒരു കുത്തനെയുള്ള പാറച്ചെരുവ്, അതിൻ്റെ മുകളിലാണ് ഈ വീട്. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, ഒരു കാല് തന്നെ വീഴുകയില്ലെന്ന്, അത്രയ്ക്ക് സ്റ്റീപ്പാണ് ആ ചെരുവ്. അപ്പോൾ അവിടുത്തെ കത്രിയും കുഞ്ഞിറക്കനും തമ്മിലൊരു ഭയങ്കര വഴക്ക് നടക്കുക. കത്രി എന്തിനും പോകുന്ന ഒരു ചട്ടമ്പിയാണ്, ഭയങ്കര വഴക്കാളി. അപ്പോൾ കത്രി ചട്ടയും മുണ്ടുമൊക്കെ എടുത്ത് മുടി ഇങ്ങനെ തൂർത്ത് കെട്ടി വെച്ചേക്കുക, ഒരു പടകാളി പോലെ. അപ്പം ഭർത്താവ് കുഞ്ഞിറക്കനാണെങ്കിൽ ഭയങ്കര മദ്യപാനി എംബോക്കിയൊക്കെയാണ്. കുഞ്ഞിറക്കനും ഇവരും കൊണ്ട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുക. അപ്പോൾ കത്രി ഈ തെറികളുടെ ഗാംഭീര്യം കൂട്ടാൻ വേണ്ടി 2-3 പദങ്ങൾ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് പുതിയ പുതിയ വാക്കുകൾ. കുഞ്ഞിറക്കനാണെങ്കിൽ കുടിച്ച് കുന്തം മറിഞ്ഞുകൊണ്ട് ഒന്നിനും ക്ലാരിറ്റി ഇല്ല, പക്ഷെ ഭയങ്കര വീറോടുകൂടിയൊക്കെ തിരിച്ചു പറയുന്നുണ്ട്. 2-3 കൊച്ചു കോണകവാലം പിള്ളേരുണ്ട്, അവരിതൊന്നും നോക്കാതെ കളിച്ചൊക്കെ നടക്കുന്നു. ഇപ്പോൾ സ്ഥിരം ഇത് അരങ്ങേറുന്നതുകൊണ്ടായിരിക്കും അവർക്കൊന്നും ഒരു ഔത്സുക്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വളരെ കൗതുകത്തോടെ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ വീറും വാശിയും കൂടി വരുന്നു. അപ്പോൾ അച്ചാമ്മേൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, കൊച്ചേ നമുക്ക് പോയേക്കാം, താമസിച്ചെന്നാൽ അച്ഛൻ വഴക്ക് പറയും. അപ്പോൾ പാതി മനസ്സോടെ ഞാൻ ആ കൂടെ പോയി. പള്ളിയിലിങ്ങനെ കുർബാനയൊക്കെ നടക്കുമ്പോൾ എൻ്റെ മനസ്സെല്ലാം കത്രിയുടെ അടുത്ത് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള ഔത്സുക്യം. അപ്പോൾ കുർബാന കഴിഞ്ഞ് അച്ഛൻ നമ്മളെ ബ്ലസ് ചെയ്യുന്ന ഭാഗം എത്തിയപ്പോൾ ഞാൻ ഓടി ഒരു 3-4 മിനിറ്റ് കൊണ്ട് ഈ കത്രിയുടെ ഒക്കെ വീടിൻ്റെ താഴെ എത്തി. അവിടെ ചെല്ലുമ്പോൾ ഒരാൾക്കൂട്ടം. നോക്കുമ്പം ഈ കഥാനായകനും നായികയൊക്കെ അവിടെ നിന്ന് നിഷ്ക്രമിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ നാട്ടിലെ ദേവസ്യ മേസ്ത്രിയുണ്ട്. അപ്പോൾ മേസ്ത്രിയാണ് എന്നോട് പറഞ്ഞ്, ഈ കുഞ്ഞിറക്കൻ ദേഷ്യം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ ടാപ്പിങ് കത്തിക്കൊണ്ട് ഈ ഭാര്യയെ കുത്തി. കത്രിയുടെ വയറ്റത്താണ് കുത്തുകൊണ്ടത്. വയറ് പിളർന്ന് കുടൽമാലയൊക്കെ പുറത്തിയാടി. അപ്പോൾ കുഞ്ഞിറക്കം പേടിച്ച് ഓടിക്കളഞ്ഞു, അവിടെ നിന്ന് എങ്ങോട്ടോ പോയി ഓടി മറിഞ്ഞു. അപ്പോൾ അവിടെ 2-3 പേരൊക്കെ വഴിപോക്കരൊക്കെ അവർ ഓടിക്കളഞ്ഞു. ഒരു കൊലപാതകത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ കത്രി ഒരു ധീര വനിതയായിരുന്നു. കത്രി താഴെ ഇറങ്ങി വന്നിട്ട് അതിലേ പോയി ഒരു ജീപ്പിന് കൈ കാണിച്ചു. അപ്പോൾ ഈ മുണ്ടക്കയം ഭാഗത്തു നിന്നെങ്ങാണ്ടിന്ന് കുരുമുളക് കയറ്റിക്കൊണ്ട് വരുന്നൊരു ജീപ്പായിരുന്നു. അപ്പോൾ ജീപ്പുകാരൻ വേഗം നിർത്തി. അപ്പോൾ കത്രി അതിനകം ഒരു പഴയ തോർത്ത് കൊണ്ട് വയറിങ്ങനെ മുറുക്കി കെട്ടിയിരുന്നു. എന്നിട്ട് നേരെ കാഞ്ഞിരപ്പള്ളിയിലെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. എന്തായാലും ഒരു 1-1.5 മാസത്തിനുള്ളിൽ കത്രിയുടെ മുറിവൊക്കെ ഉണങ്ങി ആൾ തിരിച്ചെത്തി. ഒരു 1-2 മാസം കഴിഞ്ഞ് പൂർവാധികം കരുത്തോടുകൂടി ആൾ ഇങ്ങനെ അടുത്ത പടയൊക്കെ ആയിട്ട് ഇങ്ങനെ വഴക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഈ നമ്മുടെ ആ ദേശക്കാർ കത്രിയുടെ ആ ഒരു ധീരോദ്യമത്തെ പുകഴ്ത്തുന്നതിന് പകരം
ഇവളെന്തൊരു ആയുസായി ഇവക്ക്, മുറിച്ചാലും മുറി കൂടാത്ത സൈസാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കമൻറ്റൊക്കെ പറയുകയല്ലാതെ ആ ധീരോദത്തമായ പ്രവൃത്തി ആരും അന്ന് അഭിനന്ദിച്ച് കണ്ടില്ല. അവധിക്കാലങ്ങളിലൊക്കെ ഞങ്ങൾ ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന ഒരാളായിരുന്നു സൈക്കിൾ യജ്ഞക്കാരൻ. അതും സ്കൂൾ മൈതാനത്തായിരുന്നു അങ്ങേരുടെ പ്രകടനം. അപ്പോൾ വിശാലമായ മൈതാനത്ത് 6-7 ദിവസം സൈക്കിളിൽ നിന്നിറങ്ങാതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടത്തുന്ന ഒരു പ്രകടനമായിരുന്നു അത്. ഒരു വലിയ വേലിക്കുള്ളിലാണ് ഈ അഭ്യാസമൊക്കെ. ഒരു ചുരുണ്ട് ഇങ്ങനെ കുരുവിക്കൂട് പോലെ മുടിയൊക്കെ പൊക്കി വെച്ച് കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ട് വളരെ വർണ്ണശബളമായ വസ്ത്രം, ഓറഞ്ച് നിറമുള്ള ഷർട്ടും ഒരു ജാക്കറ്റും, ആ ജാക്കറ്റിൽ ഒത്തിരി മെഡലുകൾ. ഉസ്താദ് എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അപ്പോൾ പാൻറ്റും തിളങ്ങുന്ന ഷൂസും, കൂടെ ഒരു പെട്ടിപ്പാട്ടുകാരനുണ്ടാകും ഒരു ഓരത്ത്. അയാളിങ്ങനെ പഴയ പാട്ടുകളുടെ റെക്കോർഡൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. സൈക്കിൾ യജ്ഞക്കാരൻ ഇങ്ങനെ ചുറ്റി കറങ്ങും. അപ്പോൾ ഈ ഗ്രാമവാസികളൊക്കെ അവിടെ തടിച്ചു കൂടും. ഞങ്ങളും മിക്കപ്പോഴും ആ ചുറ്റിനുമൊക്കെ ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഒരു പ്രത്യേക ആകർഷണം, ഈ സൈക്കിൾ യജ്ഞക്കാരന് പണമായിട്ട് കൊടുക്കാതെ ആളുകൾ അവരുടെ വീട്ടിലുണ്ടാകുന്ന കൈതച്ചക്കയും ഏത്തക്കൊലയും കോഴിപ്പൂവനെയൊക്കെ കൊണ്ടുവന്ന് ലേലം വിളിക്കും. ആ ലേലം കിട്ടുന്ന കാശാണ് ഇയാൾക്കുള്ള പ്രതിഫലം. അപ്പോൾ അവിടെ ഒരു വലിയ പാത്രം വെച്ചേക്കും. അന്നേരം ഏറ്റവും പിശുക്കർ പോലും എന്തെങ്കിലും കൊണ്ടുവരും. കാരണം അവരുടെ പേര് മൈക്കിൽ കൂടി ഇങ്ങനെ അനൗൺസ് ചെയ്യല്ലേ, നാട്ടുകാരൊക്കെ കേൾക്കുമല്ലേ, കുറച്ച് നേരത്തേക്കെങ്കിലും ഒരു അനശ്വരമാകുമല്ലോ ആ പേര്. ഇപ്പോൾ പള്ളിയിലച്ഛൻ കൊണ്ടുവന്ന ഒരു വാഴക്കൊല, അതുപോലെ പഞ്ചായത്ത് മെമ്പർ ഒരു കോഴിപ്പൂവൻ, ഇങ്ങനെ ഓരോരുത്തർ, ചിലർ കമ്പിളി നാരങ്ങ, ചിലർ നല്ല പഴുത്ത ഓരോ കൊല ഏത്തയ്ക്ക, ഇങ്ങനെ പല പല സംഭാവനകളാണ്. അപ്പോൾ ഇയാൾക്കൊരു പ്രത്യേക ഒരു ഗ്ലാമറൊക്കെ ഉണ്ട് ഇയാളുടെ വേഷവിധാനവും. ഇയാളധികം മിണ്ടാറില്ല. അതേ തന്നെ ഇരുന്ന് കാപ്പി കുടിക്കുന്നതും ചോറുണ്ണുന്നതും. അപ്പോൾ രാത്രി ഉറങ്ങാറില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ചില കാകദൃഷ്ടികളൊക്കെ രാത്രി പോയി നോക്കാറുണ്ട്. അപ്പോഴും ഇയാൾ സൈക്കിളിൽ തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇയാൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന അടുത്തുള്ളൊരു ചെറിയ ചായക്കടയിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ 8ാം ക്ലാസ്സിലെ ക്ലാസ്മേറ്റായ ശാന്തയാണ് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന ചായക്കടക്കാരൻ്റെ മകൾ. ശാന്തയ്ക്ക് 10-18 വയസ്സുണ്ടെങ്കിലും തോറ്റ് 8ാം ക്ലാസ് വരെ എത്തിയുള്ളൂ. വേണ്ടതിലധികം പുഷ്ടിയുള്ള ശരീരമൊക്കെ ഉള്ളൊരു പാവാടക്കാരി. അപ്പോൾ ഈ 7ാം ദിവസമാണ് സൈക്കിൾ യജ്ഞം അവസാനിക്കുന്നത്. അന്നെല്ലാവരും പുള്ളിയെ മാലയൊക്കെ അണിയിച്ചു, വലിയ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം ഇത് അവസാനിക്കാൻ പോകുന്നു നമുക്കൊക്കെ സങ്കടമാണ്. കാരണം നമ്മൾ കേൾക്കാൻ കൊതിച്ചിരുന്ന ഒരുപാട് പാട്ടുകൾ ആ റെക്കോർഡ് പാട്ടുകാരൻ ഇടുമായിരുന്നു. അന്ന് ചിത്രമേളയും കാവ്യമേളയൊക്കെ റിലീസായ സമയമാണ്. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമ്മളിപ്പോൾ ഇപ്പോഴും പാടി നടക്കുന്ന സ്വരരാഗ രൂപിണി, മതം പൊട്ടിച്ചിരിക്കുന്ന മാനം, പിന്നെ അതുപോലെ ചിത്തിര പൂങ്കുയിലെ, അങ്ങനെ കുറേയേറെ പാട്ടുകൾ. അതൊക്കെ ഇങ്ങനെ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കും. നീ എവിടെ, നിന്നിഴലെവിടെ, നീ ഒരു മിന്നലായി, ഇങ്ങനത്തെയൊക്കെ പാട്ടുകളുണ്ടല്ലോ. അപ്പോൾ അത് ഫുൾ ടൈം ഈ പാട്ടുകളാണ്. അപ്പോൾ അത് ഒരു വളരെ ആസ്വാദികരമായ ഒരു സംഭവമായിരുന്നു ആ പാട്ടുകളൊക്കെ. അപ്പോൾ ഇത് അവസാനിക്കാൻ പോകുന്നല്ലോ എന്നൊക്കെ ഒരു വ്യസനം. അപ്പോഴാണ് പിറ്റേ ദിവസം നമ്മൾ അതിലെ പോകുമ്പം എല്ലാം ശൂന്യം. ആ വേലിയൊക്കെ പൊളിച്ചു പോയേക്കുന്നു. പെട്ടിപ്പാട്ടുകാരനില്ല, സൈക്കിൾ യജ്ഞക്കാരനില്ല. അതോടൊപ്പം ചായക്കടക്കാരൻ്റെ മകൾ ശാന്തയും അയാളോടെ പൊളിച്ചോടിപ്പോയി. പിന്നെ ശാന്ത കെട്ടിക്കാൻ മാർഗമൊന്നുമില്ലാതെ ശാന്ത പുരനിറഞ്ഞ് നിൽക്കുകയാണല്ലോ നാട്ടിലെ അഭിപ്രായത്തിൽ. അപ്പോൾ മാർഗമൊന്നുമില്ലായിരുന്നു. ചായക്കടക്കാരന് വലിയ ദുഃഖമൊന്നും തോന്നിയില്ല. എന്നാൽ പോലും ആളുകൾക്കത് വലിയൊരു സംഭാഷണമായിരുന്നു. കുറേ നാളേക്ക് അവരെക്കുറിച്ചൊരു വിവരവും ഇല്ല. ഏതാണ്ട് 10-12 കൊല്ലം കഴിഞ്ഞ് ശാന്ത ക്ഷീണിതയും അയാളാൽ ഉപേക്ഷിക്കപ്പെട്ടും പരവശയായി തിരിച്ചെത്തി. ഒപ്പം ഒരു 10-12 വയസ്സുള്ളൊരു കൊച്ചു പയ്യനും. അതായിരുന്നു ആ സൈക്കിൾ യജ്ഞ പരിപാടിയുടെ ഒരു അവശേഷിപ്പ്. ശാന്ത ഇന്നും തന്നെ മകനെ വളർത്തി അവിടെ തന്നെയുണ്ട്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. തുടർന്ന് ഞാൻ നിരന്തരം എഴുതിക്കൊണ്ടേയിരുന്നു. ഈ ഒരുപാട് തടഞ്ഞു വെച്ച ഒരു ജലസംഭരണിയിലെ വെള്ളം ഇങ്ങനെ തുറന്നു വിടുന്ന പോലെ ആവേശത്തോടെ
ആ ഒരുപാട് കവിതകളിങ്ങനെ വാർന്ന് വീഴുകയായിരുന്നു, ഞാൻ പോലും അറിയാതെ. അപ്പോൾ ഏറെ കാലമായി ഞാൻ ആരോടും പങ്കുവയ്ക്കാത്ത ഖേദങ്ങളും വിഷാദങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഞാനിങ്ങനെ വായനക്കാരനുമായി പങ്കുവയ്ക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കവിതകൾ ഒരു ആത്മസ്നേഹിതന് നമ്മൾ അയക്കുന്ന വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കത്തുകൾ പോലെയാണ്. അത്രയ്ക്ക് സ്വകാര്യമാണ് ആ കവിതകൾ. അതൊരു വിളംബരമോ ആശയപ്രഖ്യാപനമോ ഒന്നുമല്ല. എൻ്റെ ആത്മാവിനെ വെളിപ്പെടുത്തുന്ന മന്ത്രണങ്ങളാണ് ആ കവിതകൾ. അതുകൊണ്ട് തന്നെ വളരെ ന്യൂനപക്ഷം വായനക്കാരാണ് അവയെ തിരിച്ചറിയുന്നതും മനസ്സോട് ചേർത്ത് വെക്കുന്നതും. പക്ഷേ എഴുതി തുടങ്ങിയപ്പോൾ ഒരു പ്രത്യേകതരം ചാരിതാർത്ഥ്യമായിരുന്നു. എഴുതുമ്പോൾ ഞാൻ ആരുടെയും ഭാര്യയല്ല, അമ്മയല്ല, കാമുകിയല്ല, സ്വതന്ത്രമായൊരു വ്യക്തിത്വം, ഒരു ഭയങ്കര ലിബറേഷൻ അനുഭവപ്പെട്ടിരുന്നു. അതേപോലെ ഞാൻ ആ വായനക്കാരെ ഒന്നും കാണുന്നില്ലെങ്കിൽ പോലും വിദൂരതയിൽ എവിടെയോ ഇരുന്ന് ഒരു പ്രിയപ്പെട്ട ഒരാൾ എനിക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാൻ ഇങ്ങനെ ചെവി ഓർക്കുന്നു എന്നൊരു തിരിച്ചറിവ്, അത് ജീവിതത്തെ കുറച്ചുകൂടി ഭദ്രതയുള്ളതാക്കി. ജീവിതത്തിനൊരു ഫോക്കസൊക്കെ വന്നു. ഒരു 10-25 കവിതകളൊക്കെ ആയപ്പോൾ എനിക്കതൊരു പുസ്തകമാക്കണമെന്ന് ആഗ്രഹം തോന്നി. ആയിടെ ഞാൻ കൊല്ലത്തൊരു കോളേജിലൊരു മീറ്റിങ്ങിന് പോയിരുന്നു. തിരിച്ചു വരുമ്പഴി അപ്പൻ സാറിൻ്റെ 2-3 വിദ്യാർത്ഥികൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവരന്നേക്ക് കവിയൊക്കെയായി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. വായിച്ച് എനിക്ക് ഒരുപാട് ആരാധനയും സ്നേഹമുള്ള ഒരു എഴുത്തുകാരനാണ് അപ്പൻ സാറ്. അപ്പം ഞാൻ അപ്പൻ സാറിനോട് ചോദിച്ചു, സാർ എൻ്റെ കവിതയ്ക്ക് ഒരു അവതാരിക എഴുതി തരാമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കവിതകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷേ എത്ര കവിതകളുണ്ടോ അതൊക്കെ എനിക്കൊന്ന് അയച്ചു തരണം. എനിക്ക് പൂർണ്ണ തൃപ്തിയായെങ്കിൽ മാത്രം ഞാൻ അവതാരിക എഴുതും, ഒന്നും വിചാരിക്കണില്ല, അല്ലെങ്കിൽ ഞാൻ എഴുതില്ല എന്ന് പറഞ്ഞു. ഓ ഞാൻ ശരി എന്നൊക്കെ പറഞ്ഞ് സാറിന് അയച്ചു കൊടുത്തു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സാറ് വളരെ അർത്ഥപൂർണമായ ഒരു അവതാരിക എൻ്റെ കവിതയുടെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അപഗ്രഥിച്ചുകൊണ്ട് അങ്ങനെ തന്നതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അപ്പോൾ DC ബുക്സാണ് അത് പ്രസിദ്ധീകരിച്ച്. അത് വളരെ നന്നായി സ്വീകരിക്കപ്പെട്ടു. മലയാള കവിതയിലെ ഒരു പുതിയ ശബ്ദം എന്ന് പറഞ്ഞത് ഒരുപാട് പേരെനിക്ക് കത്തൊക്കെ എഴുതി. അന്ന് UA ഖാദർ, MD വാസുദേവൻ നായർ, അതേപോലെ ആറ്റൂർ രവിവർമ്മ. അപ്പോൾ അദ്ദേഹം എഴുതി, എനിക്ക് ആ കത്തിലെഴുതി, ഇതൊരു ഭൂഗർഭത്തിൽ നിന്നുള്ള പുതിയ ഉറവാണ്, മറ്റൊരു ജലധാരയോടോ ഒന്നിനോട് ഇതിന് സാദൃശ്യമില്ല, ഇതിൻ്റെ തനതായ ഒരു ജന്മമാണെന്ന്. ആ സ്പോണ്ടേനിറ്റി അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്യുക തന്നെ ചെയ്തു. എൻ്റെ ആദ്യ കവിത വന്നപ്പോൾ ONV സാർ അത് വായിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു കവിയോട്, എൻ്റെ സുഹൃത്തായൊരു കവിയോട് പറഞ്ഞു, ഇതൊരു പുതിയ എഴുത്തുകാരിയാണ്, ഈ കവിതയ്ക്ക് വൃത്തമില്ലെങ്കിലും ആന്തരികമായൊരു താളമുണ്ടോയെന്ന്. അപ്പോൾ ONV സാർ എൻ്റെ കവിതകളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. നേരിട്ട് കാണുമ്പോഴൊക്കെ അദ്ദേഹം അത് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല നല്ല പ്രോത്സാഹനങ്ങളൊക്കെ എനിക്ക് ലഭിച്ചിരുന്നു. ഇങ്ങനെ കുറച്ച് നാളൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ എൻ്റെ ആ ചെറുപ്പത്തിലും പിന്നീടുള്ള ജീവിതത്തിലും കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളൊക്കെ ഈ കവിതയുടെ ക്യാൻവാസിൽ ഒതുക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും അതിൻ്റെ അതിരുകളെ ഭേദിക്കും വിധമാണ് ആ അനുഭവങ്ങളൊക്കെ. അപ്പം അങ്ങനെയാണ് ഞാൻ ആത്മകഥാംശമുള്ള കുറിപ്പുകൾ, ഓർമ്മക്കുറിപ്പുകൾ എഴുതി തുടങ്ങിയത്. അതും വായനക്കാരനെ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം എൻ്റേതുപോലെ ഗ്രാമജീവിതം നയിച്ചിരുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ശൈശവത്തിലേക്കൊക്കെയുള്ള മടങ്ങിപ്പോക്കായിട്ട് തോന്നി. പിന്നെ എല്ലാ ദേശങ്ങൾക്കും പ്രാദേശികമായ ഓരോ ചരിതങ്ങളുണ്ടായിരിക്കുമല്ലോ. അപ്പം ഞങ്ങളുടെ ആ കിഴക്കൻ മലമേട്ടിലെ ആ ഹൈ റേഞ്ചിലെ ജീവിതമൊക്കെയും അവർക്ക് പുതുമയുള്ളതായി അനുഭവപ്പെട്ടു. വാക്കുകൾ ചേക്കേറുന്നിടം, ചാഞ്ഞു പെയ്യുന്ന മഴ, വേനലിലൊരു പുഴ, ലാജവന്തി എന്നൊരുവൾ, അതേപോലെ വൃശ്ചികക്കാറ്റ് വീശുമ്പോൾ, ചെമ്പകം എന്നൊരു പാപ്പാത്തി, ഇങ്ങനെ 2 ഓർമ്മക്കുറിപ്പുകൾ. ആത്മകഥയുടെ 1-ാം ഭാഗമായി നിലാവിലൊരു പനിനീർച്ചാമ്പ, അത് മാതൃഭൂമി ബുക്സാണ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ അതിൻ്റെ 2-ാം ഭാഗം എഴുതാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ. അതുപോലെ തർജ്ജമകളും ഞാൻ വളരെ ആസ്വദിച്ച് ചെയ്യാറുണ്ട്. റഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ കാട്ടിലെ കഥകൾ,
കനയ്യകുമാറിൻ്റെ ഫ്രം ബീഹാർ ടു തീഹാർ, അതേപോലെ ശോഭ തരൂറിൻ്റെ കഥകൾ, മാധവക്കുട്ടി ഇംഗ്ലീഷിൽ എഴുതിയ ചില ബാലകർക്ക് വേണ്ടിയുള്ള ചില പന്ന പോലെയുള്ള കഥകൾ, ഖലീൽ ജിബ്രാൻ, അങ്ങനെ കുറേയേറെ തർജ്ജമകൾ നമ്മുടെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ 60 ഭാഷകളിൽ കുട്ടികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഫെയറി ടെയിലുകൾ മറ്റൊരു ഒരു പ്രധാന തർജ്ജമയാണ്. അതിന് 6 ലക്കങ്ങളാണ്. ഓരോ ലക്കത്തിനും ഓരോ ആർട്ടിസ്റ്റാണ് പടം വരച്ചിരിക്കുന്നത്. വളരെ റഷ്യൻ പുസ്തകങ്ങളൊക്കെ പോലെ വളരെ വർണ്ണശബളമാണ് അതിൻ്റെ താളുകളൊക്കെ. പിന്നെ കുട്ടികൾക്ക് വേണ്ടി ബൈബിൾ കഥകൾ പുനരാഖ്യാനം ചെയ്തിട്ടുണ്ട്. മനോരമയാണ് ബുക്സാണ് അത് ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ അപ്പാർട്ട്മെൻറ്റിൽ ഹിന്ദിയിൽ കവിത എഴുതുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ എത്ര ശ്രമിച്ചിട്ട് ഒരു നല്ല പബ്ലിക്കേഷനിൽ തൻ്റെ കവിത പ്രസിദ്ധീകരിക്കാൻ പറ്റിയില്ല. ചെറുകിട പബ്ലിക്കേഷനിലൊക്കെയാണ് ആ കവിതകൾ അച്ചടിച്ച് വരാറ്. മാധവക്കുട്ടിക്ക് സങ്കടം വന്നു. അപ്പോൾ മാധവക്കുട്ടി തൻ്റെ വീട്ടിൽ വെച്ച് നടത്താറുള്ള സാഹിത്യ സംഗമങ്ങളിൽ അയാളെ അതിഥിയായി വിളിക്കുന്നു. അപ്പോൾ അയാളുടെ എല്ലാ കവിതയും ശ്രദ്ധാപൂർവം കേൾക്കുന്നു. എന്നിട്ട് 2-3 ദിവസം കഴിഞ്ഞ് അത് കേട്ട ഒരു ആരാധിക എന്ന നിലയിൽ ഒരു വ്യാജ പേരിൽ അയാൾക്കൊരു കത്തയക്കുന്നു, ഒരു അഭിനന്ദന കത്ത്. ആ കവി അത് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരു മഴ നനഞ്ഞ വൃക്ഷം പൂത്തുലയും പോലെ അയാളിങ്ങനെ പുളകിത ഗാത്രനാകുന്നു.